പറഞ്ഞു. അപ്പോഴിക്ക അവിടെ വ്യഭിചാരത്തിന് ജയിലിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പോട്ടെ, വന്നതും പോയൊക്കെ പോട്ടെ, തൗബ ചെയ്ത് മടങ്ങി. ഞാൻ ഓരോ പെൺകുട്ടികളും ഒരുപാട് പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടിയിട്ടാണ് ഒരു കല്യാണം എന്നുള്ള ഒരു ധന്യ മുഹൂർത്തത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് ആ വിവാഹം എന്ന് പറയുന്നത്. അത് നല്ല സന്തോഷത്തോടുകൂടി വിവാഹമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കൈപ്പേറിയ കുറെ അനുഭവങ്ങളായിരിക്കും ചിലർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോഴും നമുക്ക് നമ്മളുടെ ഹസ്ബൻഡിൽ നിന്ന് നല്ല രീതിയിൽ ഒരു പെരുമാറ്റമോ നമ്മളോടുള്ള ഒരു സ്നേഹമോ സമീപനമോ ഒക്കെ കുറയുമ്പോൾ, ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മാറ്റം വരുമ്പോൾ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നെജില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം. നമ്മൾ കുറെ കേട്ടതാണ് ആ കുട്ടിയുടെ ഓരോരോ വിഷമതകളും. ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് അനുഭവിച്ചു. ആദ്യത്തെ ഒരു ബന്ധം അവനാണെങ്കിൽ ശരിയല്ലാതെ അത് നഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് കല്യാണം കഴിച്ചു. പക്ഷെ അത് ശരിയല്ലായിരുന്നു. ആ രണ്ട് വിവാഹത്തിലും ഓരോ മക്കളെയും സമ്മാനിച്ച് അവന്മാര് പോയി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒറ്റപ്പെട്ടു പോകുന്നത് ആ പെൺകുട്ടിയാണ്, ആ നെജില എന്ന പെൺകുട്ടിയാണ്. ഈ രണ്ട് മക്കളുമായിട്ട് എങ്ങനെ ജീവിക്കും എന്നറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് നിന്നെയും മക്കളെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരാള് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ 2 പ്രാവശ്യം അബദ്ധം പറ്റിയത് കാരണം മൂന്നാമതും എല്ലാവർക്കും ഒരു മടിയായിരിക്കാം. പക്ഷെ ഈ കുട്ടിയുടെ ചെറുപ്പമാണ്, ഒരാളെ സഹായിക്കാം, ഈ മക്കളെ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ നാളെ ഈ കുട്ടികൾക്ക് ഒരു ഉപ്പ വേണമല്ലോ. അങ്ങനെ ഈ കുട്ടി അതെന്തായാലും സമ്മതിക്കുകയും ചെയ്തു. ആ 2 മക്കൾക്ക് ഒരു ഉപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കല്യാണം കഴിച്ചത് തന്നെ. പക്ഷെ ആ മക്കള്, അതായത് അവർക്ക് മൂന്നാമത് കല്യാണം കഴിച്ച ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ചതിന് ശേഷം ഈ 2 മക്കള് അയാളെ ഉപ്പ എന്ന് വിളിക്കുമ്പോൾ, അതായത് വാപ്പ എന്ന് വിളിക്കുമ്പോൾ അവൻ പറയുന്നതാണ്, കണ്ടവരുടെ മക്കള് എന്നെ വാപ്പ എന്ന് വിളിക്കണ്ട എന്ന്. ശരിക്കും എങ്ങനെ സഹിക്കും? അത്രയും പ്രതീക്ഷയോടെ തന്നെ മക്കളെ നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചതാണ് ഈ മൂന്നാമത്തെ വിവാഹം. ഒരു പെണ്ണിന് ആദ്യത്തെ കല്യാണം തന്നെ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ മാനസികമായിട്ടും ഒക്കെ തളർന്നു പോകും. പിന്നെ ഈ പറയണ ഈ മൂന്നാമത്തെ കാര്യം കൂടെ ആവുമ്പോഴത്തേന് ശരിക്കും ആ കുട്ടി കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടായിട്ട് തന്നെയാണ് ഇത്രത്തോളം പിടിച്ചു നിന്നത്. എന്തായാലും ആ മൂന്നാം വിവാഹത്തെ കുറിച്ചിട്ട് ആ കുട്ടി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഒരുപാട് കൈപ്പേറിയ കുറെ അനുഭവങ്ങളാണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലാണ് നമ്മൾ 1 മാസത്തോളം താമസിച്ചത്. പിന്നെ നമ്മൾ വാടകയ്ക്ക് ആദ്യം നമ്മൾ താഴത്തൊരു വീട്ടിലാണ്, വീടിന്റെ താഴത്തൊരു വീട്ടിലാണ് താമസിച്ചത്. പിന്നെ പറവുന്ന വീട്ടിൽ 28ാം മൈലിൽ പറവുന്ന വീട്ടിൽ കുറച്ച് 4 മാസം താമസിച്ച്. അപ്പോഴേക്ക് ടാക്സി ടെല്ലിൽ ജോലിക്ക് പോയി. ഡ്രൈവിങ്ങിൽ, വണ്ടി ഡ്രൈവിങ്, 4 വീലറിൻ്റെ ഡ്രൈവിംഗ് ആണ്. പിന്നെ ഇക്ക വെള്ളം കണ്ടോടെ കമ്പനിയിൽ വണ്ടി ഓടിപ്പായി. ക്യാനിൽ വെള്ളം, അത് കഷ്ടപ്പെടുന്ന പണിയായിരുന്നു. 400 രൂപ ശമ്പളത്തിനാണ് ആദ്യം ഇക്ക ഇറങ്ങിയത്. പിന്നെ ഇക്ക കൊറോണ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ. ഈ ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു കൂളില്ലേ, അത് ഉപയോഗിക്കുമായിരുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു. ഒരു തലയണക്ക് ഇരിക്കണം. പക്ഷേ ഇത് ഉപയോഗിക്കുക എടുത്തുകളാം. നമ്മളെ മിറ്റം മൊത്തം ഇതായിരുന്നു. പക്ഷെ ഇതെന്ത് സംഭവം എന്ന് എനിക്കറിഞ്ഞില്ല. പിന്നെ നമ്മൾ ഈ പള്ളിയുടെ താഴെ ഒരു വീട്ടിൽ ആണ് മിച്ചു മോനെ ജന്മം. അപ്പം ഈ ലഹരി കുടിക്കോരുന്നാന്ന് ചോദിച്ചാൽ അപ്പോഴൊന്നും ഞാൻ കുടിച്ചതായിട്ട് അറിയുന്നില്ല. എനിക്കറിയില്ല. ഞാൻ ഇക്കാനില്ല, നിസ്കാരമുണ്ട്, കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ വന്ന് കെട്ടിയത്. അങ്ങനെ മിച്ചുമോന് എൻ്റെ ഈ കൊറോണയുടെ സമയത്ത് ലഹരി ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോഴ് കൗണ്ട് ഓക്കെ ആയി. മിച്ചുമോന് പ്രഗ്നൻ്റ് ആണ് അറിഞ്ഞു. മിച്ചുമോനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക് ലഹരി ഉപയോഗിക്കാതിരിക്കാൻ ഇത് ഒന്നും പറ്റാത്തതുകൊണ്ട് ഭയങ്കര, അതായത് മീനും കാര്യമൊക്കെ കൂട്ടുള്ളൂ, പച്ചക്കറിയൊന്നും കൂട്ടൂല. ഭയങ്കര ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത വന്ന് ഇവിടെ വന്ന് ഷവായി മാത്രം ഉള്ളി. കുറേ സ്വർണ്ണം കൊണ്ട് ബാക്കി മൊത്തം പണയം വെച്ചിക്ക ഗ്ലാമറിൻ്റെ ബൈക്ക് എടുത്ത് കൊടുത്ത്. അങ്ങനെ ഈ മോനെ പ്രഗ്നൻ്റായി ഒരു 45 ദിവസം കഴിഞ്ഞപ്പം ഇക്കാക്ക് ലഹരി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം തിന്നൂല, ദോശ പുട്ട് ഇറച്ചിക്കറി തിന്നും. ദോശ അപ്പം ഒന്നും തൊടൂല, മീൻ പുളിയെ കൂട്ടുള്ളൂ. അത് ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഈ എരിവ് എത്ര ഇനി എരിവ് കൊടുത്താലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. മക്കൾക്ക് കഴുകിയൊക്കെയാണ് കൊടുക്കണം. മസ്രൂം മുത്തും, മുത്തുവിൻ്റെ കൂടെ സ്നേഹവും മസ്രൂവിൻ്റെ കൂടെ സ്നേഹവും
വാപ്പച്ചിയെല്ലാം മേടിച്ചുകൊണ്ടൊക്കെ കൊടുക്കും. അതിൻ്റെ ഇരട്ടി ദേഷ്യം ഉണ്ടായിരുന്നു. അതൊന്നും വലിയ പ്രശ്നം. പിന്നെ മസ്റൂറായ ഒരിക്കലും നല്ല രീതിയിൽ അടിച്ച് ഞാൻ മാസം തികഞ്ഞിരുന്ന സമയത്ത് അതിനൊക്കെ വാപ്പായൊക്കെ കരഞ്ഞു. പിന്നെ മസ്റൂക്കും ഒരു പേടിയായി, മുത്തുമോനും ഒരു പേടിയാണ്. ഭയങ്കര അട്ടാളമാണ്, എന്നെ നല്ല ഉപദ്രവിക്കും. കണ്ണും പല്ലും ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും അടിയിടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടി വയറ്റിൽ മോനെ പ്രഗ്നൻ്റായി 50, 55, 60 ദിവസത്തിനകത്ത് എൻ്റെ അടി വയറ്റി ചവിട്ടി ബ്ലീഡിങ് ആയി. ആദ്യമൊക്കെ വയറ് വേദനയായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാതിരിക്കുകയായിരുന്നു, കൊറോണ അല്ലേ. അങ്ങനെ മാസ്കൊക്കെ ഇട്ട് ഡോക്ടറിൻ്റെ വീട്ടിൽ കടയ്ക്കൽ താലൂക്കിലാണ് കാണിച്ചത്. അന്ന് ആശാ മേഡം വരുന്നു കൊണ്ട് ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഉള്ളിൽ സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിക്കൊന്നും പറ്റിയില്ല. ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഈ ചവിട്ടിൻ്റെ ആഘാതത്തിൽ ഡോക്ടർ വെച്ച് വീണാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ വീണ് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ഭർത്താവ് ചവിട്ടിന്ന്? അങ്ങനെ ബ്ലീഡിങ് ആയി. പിന്നെ അത് ഉറയ്ക്കാൻ ഗുളികയൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ വെച്ചുമോനെ മുത്തുമോൻ എന്നെ പിരിഞ്ഞ് നിൽക്കുകയില്ലായിരുന്നു. ഇക്കാൻ്റെ ഈ അടി ഇടിയിലെ ഉപദ്രവത്തിലാണ് മുത്തുമോൻ എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ അടുത്ത് സ്നേഹം കിട്ടിപ്പോയി. പിന്നെ താഴോട്ട് വരൂല. ഇക്കായെ കാണുമ്പോൾ മുത്തുമോൻ ഭയങ്കര പേടി. അങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെ നിന്ന് എനിക്കും വിഷമം. മാസം തികഞ്ഞ് നിന്നപ്പോൾ എനിക്കൊരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു. അന്നേ ഞാൻ ആടിനെ വളർത്തും. ആമിന എന്ന് പറയുന്ന ഒരു ആട്ടുകുട്ടി കരച്ചിൽ ഞാനില്ലാതെ. അങ്ങനെ മസ്റുമോൾ ഇവിടെ ഉണ്ടാക്കി. അന്ന് തന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോണതിൻ്റെ അന്ന് എല്ലാ പാത്രങ്ങളെ രോവിലെ എനിക്ക് അസുഖം തുടങ്ങി. അപ്പുറത്തെ അമ്മാമ്മ പറഞ്ഞ് മോളെ വൈകുന്നേരം വരെ എത്തിക്കണ്ട, അന്നിക്ക വാർക്കപ്പണിക്ക് പോവേണ്, മീൻ കച്ചവടത്തിലൊക്കെ നഷ്ടം വന്നുപോയി, എല്ലാം പൊളിച്ചടുക്കി, ഒന്നിനും നേരെ നിൽക്കില്ല. അങ്ങനെ പറഞ്ഞ് കടത്തിന്മേ കടവും അങ്ങനെ ഒരു ചിട്ടി പിടിച്ചായിരുന്നു KSF-ൽ. അമ്മാമ്മ പറഞ്ഞ് വൈകുന്നേരം വരെ വെച്ചു. അങ്ങനെ ഇക്ക പറഞ്ഞ് ഇത്തിരി മുതുവത്തൊന്ന് തൈലം ഇട്ടുക നിജിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തൈലം ഇട്ട് കൊടുത്ത് അന്ന് എൻ്റെ കാക്കാരുടെ വാർക്കപ്പണിക്ക് വീടിൻ്റെ പണിക്ക് പോവേ. കടയ്ക്ക് എത്തി, നിലമേൽ കഴിഞ്ഞ് കടയ്ക്ക് എത്താറായി. ഞാൻ നിൽക്ക, എനിക്ക് ഇനി ഇരിക്കാൻ പറ്റില്ല, വണ്ടി ഒന്ന് സ്പീഡിന്. അന്ന് ആ CCക്ക് എടുത്ത കാറുണ്ടല്ലേ അതുണ്ടായിരുന്നു. ഞാൻ ഉമ്മാക്കോട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ കല്യാണത്തിനെടുത്തില്ലേ ആ കാറ് ഞാൻ കൊടുത്തു. അങ്ങനെ ഇക്ക അതിന് മുമ്പ് പോയി ലഡുവൊക്കെ മേടിച്ച് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ചെക്കപ്പിന് പോയി. അപ്പോൾ ഉമ്മാനെ പെട്ടെന്ന് ഡോക്ടർ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഒരാളിനെ. അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഞാൻ രാത്രി പ്രസവിച്ച് മകനാണ്. പിന്നെ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, ഈ മോൻ്റെ നേരത്ത് 2 പക്കൊക്കെ M-ൽ തുടങ്ങുന്ന പേരാണ്. അപ്പോൾ വാപ്പച്ചി പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ ജിയെ നമുക്ക് ഇതും M-ൽ തുടങ്ങുന്നത് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ മതി. അങ്ങനെ ഇക്കാരടുത്ത് ഞാൻ പറഞ്ഞു ഇക്ക ഒരു ആൺകുട്ടിയുടെ പേര് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു അതെന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മുടെ ആൺകുഞ്ഞാണ് പറഞ്ഞു. അപ്പോൾ ഈ മരിച്ചുപോയ കൊച്ചിൻ്റെ നേരത്ത് ഇവൻ വന്നിട്ട് എന്നെ ചിരിച്ച് കാണിക്കുക, ആൺകുട്ടി സന്തോഷത്തിൽ. പിന്നെ മരിച്ചുപോയ കൊച്ചിൻ്റെ നേരത്ത് രണ്ടാമത്തെ കൊച്ചിൻ്റെ നേരത്തും ചിരിച്ചിട്ട് ആൺകുട്ടി. പക്ഷേ മസ്റൂൻ്റെ നേരത്ത് അവൻ്റെ മുഖവും പെൺകുഞ്ഞിൻ്റെ ശരീരമാണ് കണ്ടത്. അങ്ങനെ പേരൊക്കെ ഇട്ട് മുഹമ്മദ് ബിബ്സലി ഉമ്മ എപ്പോഴും നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും, എൻ്റെ മോൾക്ക് ഒരു പെൺകുഞ്ഞിനെ ഒരാൺകുഞ്ഞിനെ കൊടുക്കണേ അള്ളാ, എൻ്റെ മോൾക്ക് തണലിന് ഒരു ആൺകുഞ്ഞിനെ കൊടുക്കണേ അള്ളാന്ന് എല്ലാവരും ദുആയിൽ എനിക്കൊരു മോനെ കിട്ടി. മോൾക്ക് മോനും അൽഹംദുലില്ലാ കിട്ടി. ലഡുവൊക്കെ മേടിച്ച് കൊടുത്തു, ഭയങ്കര സന്തോഷം. എന്നാൽ ഇക്ക ഈ ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്നത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കുടിയൊക്കെ അങ്ങ് തുടങ്ങി. കാര്യങ്ങളും ഈ പൈസയൊന്നും ഒന്നും വീട്ടിൽ കൊണ്ട് തരാതെയൊക്കെ ഈ മീൻ കച്ചവടത്തിന് പെണ്ണുങ്ങൾക്ക് മൊത്തം മീൻമാരി കൊടുത്ത് കടവും പിറ്റേന്ന് മീനെടുക്കാൻ പൈസ കാണൂല, വീണ്ടും പണയം വയ്ക്കും. അങ്ങനെയൊക്കെ ആയി ആകെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇവിടെ നിന്ന് കൊറോണയുടെ ലാസ്റ്റ് ഘട്ടം കൊച്ചിന് 1 ഗ്രാത്തിൻ്റെ വള, നമുക്കൊരു രാജകുമാരിലെ ചിട്ടി ഉണ്ടായിരുന്നു, 1 ഗ്രാത്തിൻ്റെ വള സ്വന്തം വാപ്പച്ചിയെ കൊണ്ട് മേടിച്ച് ഇടാൻ പറ്റി. പിന്നെ മക്കൾ 3 പേരുടെ. പിന്നെ അത് വലിയ ദേഷ്യങ്ങളൊന്നും ഇല്ലെന്ന് വാപ്പച്ചി എന്ന് വിളിച്ച ആള് എൻ്റെ ഷംസു മാത്രമേ. അവർക്ക് സ്വന്തം ഉപ്പ ഏതെന്ന് അവർക്ക് അറിയില്ല. അവരാരെങ്കിലും ചുണ്ട് കാണിച്ചു പോയാൽ അവരാരെയും വാപ്പാന്ന് വിളിക്കൂല, ഷംസുവിനെ മാത്രമേ വിളിക്കൂ. പക്ഷെ ഇന്ന് ഈ ഭൂമിയിൽ അദ്ദേഹം ഇല്ല. മരിച്ചത് റബീഉൽ അവ്വൽ 1-ന് മരണപ്പെട്ടു പോയി. പിന്നെ അങ്ങനെ ഗൾഫിൽ കൊറോണയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഗൾഫിൽ കയറി പോകണം. അപ്പോൾ ഇക്ക പറഞ്ഞ് പോയാൽ ഞാൻ നിന്നിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞു ഇല്ല ഇക്ക, കടമൊക്കെ തീർത്ത് നമുക്കൊരു കുഞ്ഞു വീട് വെക്കണം. അപ്പോൾ തന്നെ 3 ലക്ഷം രൂപയുടെ കടമായി.
അങ്ങനെ നമ്മൾ വിസിറ്റിംഗ് എടുത്തപ്പം ദുബൈയിലത്തേക്കാണ് ആദ്യം വിസിറ്റിംഗ് എടുത്തത്. അപ്പം ഇക്ക പറഞ്ഞെന്തിനാണ് തെറ്റിന് പ്രായച്ചിത്തം നമ്മുടെ ജീവിതം. 2 ആഴ്ച ആയിട്ടും വിസിറ്റിംഗ് വരണില്ല, 3 ആഴ്ചയായിട്ടും വിസിറ്റിംഗ് വന്ന് ബ്ലാക്ക് മാർക്ക്. കാരണം ഇക്കാക്ക് ദുബൈയിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു എന്തിക്കാ? അപ്പം നെജിയെ പറഞ്ഞു നീ എന്നെ ആ തെറ്ററിഞ്ഞാൽ കളയല്ലേ എന്ന് പറഞ്ഞു. ഇല്ലിക്കാന്ന് പറഞ്ഞു. അപ്പോഴിക്ക അവിടെ വ്യഭിചാരത്തിന് ജയിലിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോട്ടെ, വന്നതും പോയൊക്കെ പോട്ടെ, തൗബ ചെയ്ത് മടങ്ങി ഞാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ മതി. അങ്ങനെ കുടിയും അങ്ങനെ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ വ്യഭിചാരത്തിൽ 3 മാസം ജയിലിലായിരുന്നു എന്ന് അറിഞ്ഞില്ല. ആ തെറ്റിന് പ്രായച്ചിത്തമായിരുന്നു നമ്മുടെ ജീവിതം. നമ്മളെ ജീവിതത്തിൽ വന്ന് മാസം തികഞ്ഞുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് അതൊക്കെ പിടിച്ച് അതൊക്കെ പ്രശ്നമില്ല, കുഴപ്പമില്ല, പോട്ടെ പറഞ്ഞു. പിന്നെ ഗൾഫിൽ കയറി രണ്ടാമത് ഇവിടെ അടുത്തൊരാളുമായിട്ട് ഹൗസ് ഡ്രൈവർ സൗദിയിൽ അൽ ഖസീമിൽ വിട്ട് അവിടെ ചെന്ന ആദ്യത്തെ ഒരു മാസം 30,000 രൂപ നാട്ടിലെ ശമ്പളം. ആദ്യത്തെ ഒരു മാസം കറക്റ്റ് 30 അയച്ച്. രണ്ടാമത്തെ മാസം വലിയ വിളി കാര്യങ്ങളൊന്നുമില്ല. ടിക്ടോക്ക് വഴി ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു എന്നറിഞ്ഞു. അത് 41 വയസ്സുള്ള പെണ്ണാണ്, ബിന്ദു എന്നാണ് അവളെ പേര്. അവൾക്ക് ഭർത്താവുണ്ട്, അവൾ അടൂരുകാരിയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി, എന്നെ ബ്ലോക്കായി. പൈസ ഇവളെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുത്തിയെന്നറിയാമോ? ഇക്ക ഗൾഫിൽ വെച്ചൊന്ന് വീണ് കൈ ചെറിയ സ്ക്രാച്ചായി. അപ്പോൾ ഇക്കക്ക് 50 രൂപ 40,000 രൂപ 2 മന്ദബുദ്ധി കുട്ടികളെ നോക്കലെങ്ങാണ്ടാണ് അവളെ പണി. അപ്പോഴേ അവൾക്ക് നല്ല 10-75 രൂപ ശമ്പളമുണ്ട്. അതായത് അതായത് അതിനെപ്പറ്റി നിങ്ങൾ പറയണ്ട. ആ ഒരു വാക്കെന്ന് വെച്ചാൽ ഈ നല്ല അക്രമവും എന്തോ ഇതുള്ള കുട്ടികളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടികളെ നോക്കി അതിൻ്റെ 10-75 രൂപ ശമ്പളം നാട്ടിലെ ഇവക്ക് അയക്കാൻ ആരുമില്ലല്ലോ. മോനിക്ക് മാത്രം 10 രൂപ അയച്ചു കൊടുക്കും, അവളെ മോനിക്ക്. ബാക്കിയുള്ള എല്ലാ ഷംസൂനി തന്നെ അയച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പോഴും പൈസ കണ്ടപ്പം ഷംസൂനി ഇനി കഷ്ടപ്പെടാൻ വയ്യ. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ച് നിങ്ങൾ എന്തിക്കാ ഇപ്പോൾ വിളിക്കാൻ കാര്യം? കുട്ടികൾക്കൊക്കെ വയ്യ, മുത്തുമോനെ തെറാപ്പിക്ക് കൊണ്ടുപോകണം. അപ്പം പൈസ രാവിലെ 2,000 രൂപ അയച്ചു തന്നു. അങ്ങനെ പറഞ്ഞു എനിക്കിനി കഷ്ടപ്പെടാൻ വയ്യ. അപ്പോൾ പറഞ്ഞ് ഒരു തെറ്റിന് പ്രായച്ചിത്തമെന്നും പറഞ്ഞില്ലേക്കാ വന്ന് കെട്ടിയത് നിങ്ങൾ. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്, തെറ്റിന് പ്രായച്ചിത്തമെന്നും പറഞ്ഞ് തന്നെ വന്നത്. എനിക്കിപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ഇനി എനിക്ക് കണ്ടോൻ്റെ മക്കളെ നോക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ വീഡിയോ കോള്, ഞാനൊന്നിനും പോകില്ല, വീഡിയോ കോള് വാട്സപ്പ് വഴി വിളിച്ചപ്പോൾ മസ്റുമോള് വാപ്പച്ചിയെന്ന് വിളിച്ച്. അപ്പോൾ ഒരു ചീത്ത വിളിച്ചിട്ട് കണ്ടോൻ്റെ മക്കളെ കൊണ്ട് ഇനി എന്നെ വാപ്പാന്ന് വിളിപ്പിക്കരുത്. ഞാൻ പിന്നെ ക്യാമറയുടെ ഫ്രണ്ട് ഞാൻ പിന്നെ വിളിച്ചിട്ട് വല്ലപ്പോഴാണ് എന്നെ വിളിക്കുമായിരുന്നു. അവളുമായിട്ട് പിണങ്ങുമ്പോൾ വിളിക്കുമായിരുന്നു. ഞാൻ മൈൻഡാക്കിയില്ല. ഞാൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഒരാൾ പോയപ്പോൾ കൊടുത്തേച്ചപ്പോൾ അതൊക്കെ എടുത്ത് വേസ്റ്റ് കുട്ടയിൽ കളഞ്ഞു. കാരണം ഞാൻ ഇനി ശുദ്രം ചെയ്താൽ സിഹർ ചെയ്താൽ കൊണ്ട് ചെന്ന് മനസ്സ് മാറ്റുമെന്നും പറഞ്ഞ് അവൾ തിന്നല്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഇക്ക തന്നെ പറഞ്ഞു. അങ്ങനെ അവള് മറ്റേ ഒരു എല്ലാവരുടെയും പോണൊരു സ്ത്രീയായിരുന്നു. ഇക്കാക്ക് അതറിയാൻ മറന്നുപോയി. അങ്ങനെ ടിക്ടോക്ക് വഴിയുള്ള പ്രേമത്തിൽ അവരങ്ങനെ അടിച്ചു പൊളിച്ച് ഞാൻ ജോലിക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് പോയി 2 മാസമായപ്പം ഫോണിൽ കൂടെ തലാക്കും ചൊല്ലി നെജിൽ. അതും എൻ്റെ മാമച്ചിയുടെ പേരിലാണ് തലാക്ക് ചൊല്ലിയത് ഫോണിൽ കൂടെ. എന്നിട്ടും അതൊരു നോമ്പ് ടൈമാണ്, റമദാൻ പെരുന്നാളിൻ്റെ തലേന്ന്. ഞാൻ ഒന്നിനും പോയില്ല. ഞാൻ അപ്പോഴ് കൊച്ചുങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ജോലി ചെയ്യും പടച്ചോനെ, എൻ്റെ പൊന്നു മോന് പാല് കൊടുക്കണം, വാടക 3,500 കരഞ്ഞ്. എന്നിട്ടാണ് ഞാൻ ആദ്യം തുണിക്കച്ചവടത്തിനും, 2ാമത് വീട്ടുപണിക്കും, 3ാമത് ഈ റബ്ബർ പാലെടുപ്പാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യം, എൻ്റെ മക്കൾ ഒരാളിനെ ഉപ്പാന്ന് വിളിച്ചോളൂ. സ്വന്തം ഉപ്പാനെ അവർ ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല. പിന്നെ മുത്തുമോൻ ഒരിക്കൽ പോയപ്പോൾ കോടതി ഉളപ്പി വെച്ച് കണ്ട് 2 വട്ടം. പക്ഷേ അവന് സ്വന്തം ഉപ്പാണെന്ന് പോലും അറിയില്ല. ഞാൻ ഷംസുവിൻ്റെ നിർബന്ധപ്രകാരമാണ് നമ്മൾ ഈ 2ാമത്തെ കേസ് ഫയൽ ചെയ്ത്. എന്നിട്ട് നമ്മൾ ഇതുവരെ ഒരു ചെലവ് പോലും 3 മക്കൾക്കും ഒരു ചെലവ് പോലും 2 പേരെ കൂട്ടൊരാളില്ല ഈ ഭൂമിയിലില്ല, ചെലവ് പോലും തരുന്നതുമില്ല.
ഞാൻ ചോദിച്ചിട്ടുമില്ല. അവർ തന്ന മക്കളെ ഞാൻ പൊന്നുപോലെ വളർത്തുന്നു. പിന്നെ എൻ്റെ തലയിലെ തലവര ജീവിതം വട്ടപൂജയാക്കി എന്നെ. പക്ഷെ അൽഹംദുലില്ലാ അള്ളാനെ മുറുകെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അൽഹംദുലില്ലാ ഇന്ന് ഞാൻ റാഹത്താണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നാളത്തെ ജീവിതം എന്താവുമെന്നും എനിക്കറിയില്ല. ഞാനൊരാൾക്ക് വിളിക്കാനുമില്ല. ഞാൻ ഇൻസ്റ്റഗ്രാം ID എടുത്തിട്ടിട്ടുണ്ട്. അതിലൊരാളുമായിട്ട് ചാറ്റിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. എൻ്റെ ജീവിതം കൊണ്ടിട്ട് ഞാൻ പഠിച്ച പാഠമാണ് ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്, സ്നേഹിക്കരുത്. ഒരു പരിധി കൂടുതൽ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ ലാസ്റ്റ് എൻ്റെ കാട്ടി അവസ്ഥയിലെ ഒരു ജീവിതം. ആ സമയത്ത് BP ഒക്കെ ലോ ആയി, ഭയങ്കര മാനസിക പ്രശ്നമൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്, പ്രശ്നമുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. മക്കളുള്ളതുകൊണ്ട് ഫോണുണ്ട്. അപ്പോഴും മക്കൾ എത്തീമല്ലേ. എത്തീമെന്ന് പറയുന്നതിന് പാപ്പ മരിച്ച മക്കൾ മാത്രമല്ല എത്തീം. ആ ധാരണ അങ്ങ് മാറ്റണം. ചിലവിന് കൊടുക്കാനും ആരുമില്ലാത്ത, വാപ്പ ഉണ്ടായിട്ടും ഇല്ലാത്ത അവസ്ഥയിലെ ഭൂമിയിലെ മക്കളുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരു സ്ഥലത്തും എത്തീമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്ക് ഉപ്പ ഇല്ല. ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ചിലവിന് കൊടുത്തേനെ. ചിലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഉപ്പ. ചിലവിന് കൊടുക്കണം. 6 വയസ്സായിട്ട് ചിലവ് കണ്ടിട്ടില്ല. 10 വയസ്സാവാറായ മസ്റൂറാക്ക് ചിലവ് കണ്ടിട്ടില്ല. പിന്നെ മിച്ചു മോന് ഈ ഭൂമിയിലില്ല അദ്ദേഹം. അതുകൊണ്ട് ഒരു മക്കൾക്ക് ഈ അവസ്ഥ. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കും, ഈ മക്കൾ എങ്ങനെ വളരും? ഈ മക്കൾ ഭയങ്കര സ്നേഹമാണ്. അവർക്ക് ഒന്നും അറിയില്ല. മകളാണെങ്കിലും തച്ചിയെ ഇയ്യാന്ന് വിളിച്ച അതേ സ്നേഹമാണ് അവർക്ക്. അതുകൊണ്ട് ഇന്ന് വരെ എനിക്കൊരു സങ്കടങ്ങളുമില്ല. അവരെൻ്റെ വയറ്റിൽ ജനിച്ച മക്കളാണ്. അപ്പം ഇത്രയൊക്കെയുള്ള മക്കളെ എൻ്റെ ജീവിതം എന്നെ താറുമാറാക്കി കളഞ്ഞു. നജില എന്ന് പറയുന്ന ഒരു കോലം മാത്രമേ ഉള്ളൂ. എന്നൊക്കെ മൈൻഡ് ഔട്ടാണ്. സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യണം. വീടാണ് അൽഹംദുലില്ലാ റാഹത്താണ്.